ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു കല്ലിപ്പ്. ഇന്ന് ഞാനൊരു സാരി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന സാരിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ടൊരു പുലിക്കളം എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു പുലിക്കളർ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഇത് വന്നിട്ട് ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു ചിക്കു, ഇതൊക്കെ കൂടി ഒരു മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. അധികം അങ്ങനെ കണ്ടുവരാത്ത ഒരു കളേഴ്സ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരു ഗ്ലേസിങ് ഉണ്ട്, ലൈറ്റ് അടിക്കുമ്പോൾ ഉള്ളൊരു ഗ്ലേസിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ സാരി വീഡിയോയിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന സാരി. ഇത് വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതിൻ്റെ കളർ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കളർ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. സോ എനിക്കും പറയാമല്ലോ അറ്റ്ലീസ്റ്റ് ഇത് ഏതാ കളറെന്ന്. എനിക്കിതിപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്നാണ് ഞാൻ പറയുന്നത്, പക്ഷേ ഇത് ഗോൾഡൻ ഷെയ്ഡ് അല്ല. ഗോൾഡൻ കം ചിക്കു ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു ഗ്രീനിഷും കൂടി അടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കളറാണ് ഈ സാരി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ എൻറ്റയർ സാരിയിൽ കാണുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. കാണുന്നുണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ക്യാമറയിൽ എനിക്ക് തോന്നുന്നു ഒരു ഇരുട്ടടച്ച പോലത്തെ കളറായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇതല്ല യഥാർത്ഥ കളറ്. ക്ലോസപ്പ് ചെയ്തിട്ടും അതിൻ്റെ കളറിൻ്റെ യഥാർത്ഥ കളർ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അതിലെനിക്ക് സങ്കടമുണ്ട്, പക്ഷേ ക്യാമറയിൽ അതിൻ്റേതായ പരിമിതികളുണ്ടല്ലോ. സോ ഇത് വന്നിട്ട് ഒരു ഗോൾഡൻ കൈൻഡ് ഷെയ്ഡാണ്. നല്ല ഉതിപ്പുള്ളൊരു കളറാണ്. ഇത്രയും ഡള്ളല്ല, നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെ അത്ര ഡള്ളായിട്ടുള്ളൊരു കളറല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ വളർന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുലിക്കളി ഡിസൈനാണ്. കാണുന്നുണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇല ഡിസൈനാണ് അവരിതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസപ്പ് ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇല ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഈ ഒരു ഇല കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ആണ് ഈ ഒരു ഷെയ്ഡ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു ഇല പോലെ പോയി പിന്നെയും വേറൊരു ഇല, അങ്ങനെ ഫുൾ ഇലകൾ കൊണ്ട് മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അവർ ജസ്റ്റ് ഒരു എന്താ പറയുക, എന്തിൻ്റെയാണ് സിമ്പിൾ എന്നറിയില്ല, ജസ്റ്റ് ഒരു അങ്ങനെ ഷേപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുത്തു പോലെ ജസ്റ്റ് അവർ ഇട്ടിരിക്കുകയാണ്. പലയിടത്തും പല ഷേപ്പാണ്. ഈ ഷേപ്പ് കാണുന്നുണ്ടല്ലോ, ഇത് കാണുന്നുണ്ടല്ലോ, ഒരു വ്യത്യസ്തമായ ഷേപ്പാണ്. ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളൂ, അപ്പോൾ ഇവിടെ ഒരു വേറെ ഷേപ്പ് ഇട്ടിരിക്കുകയാണ്, ഇവിടെ വേറെ ഷേപ്പാണ്. സോ അത് ഇവർ അതിനനുസരിച്ച് ചുമ്മാ ഒരു ഡിസൈൻ ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇല ഡിസൈൻ കംപ്ലീറ്റ്ലി എൻറ്റയർ സാരിയിൽ ഈ സെയിം ഇല ഡിസൈനാണ് വരുന്നത്. കാണുന്നുണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയലാണ്. അപ്പോൾ റയോൺ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു മെറ്റീരിയലാണ്. വന്നിട്ടൊരു കൈൻഡ് ഓഫ് ബനിയൻ ടൈപ്പാണ്. ബനിയൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടീഷർട്ട് അങ്ങനെ ഇടുന്ന ആ ഒരു കൈൻഡ് ബനിയൻ അല്ല. ഇത് നമ്മൾ ഷോളിനൊക്കെ യൂസ് ചെയ്യും. നമുക്ക് ചില ചുരിദാറിനൊക്കെ ഷോളായിട്ട് ലഭിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ബനിയൻ മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ബനിയൻ കൈൻഡ് മെറ്റീരിയലാണിത്. ഇത് സീത്രൂ അല്ല. കാണുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ കൈ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ കൈ കാണുന്നില്ല. ഓക്കെ, സീത്രൂ മെറ്റീരിയൽ അല്ല, പക്ഷേ വളരെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഒരു കൈൻഡ് ഓഫ് ബനിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സ്ട്രെച്ചബിൾ ആണ്, വലിയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബനിയൻ പോലെ ഇത് കാണുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബനിയൻ പോലെ ഇത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, പക്ഷേ സീത്രൂ അല്ല. പക്ഷേ സീത്രൂ മെറ്റീരിയൽ ഞാൻ സീത്രൂ ആണെന്ന് വിചാരിച്ചിട്ടാണ്, ആണോ അല്ലയോ എന്ന് എനിക്കിതാ ഇങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് എൻ്റെ കൈ കാണുന്നുണ്ടല്ലോ, പക്ഷേ ഇത് സീത്രൂ അല്ല. നമ്മൾ ഉടുക്കുന്ന സമയത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കി. ഞാൻ ഈ സാരി ഉടുത്തിട്ട് എവിടെയും പോയിട്ടില്ല. ഇത് വന്നിട്ടൊരു ന്യൂ സാരിയാണ്. ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് ഈ സാരി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 12ഓളം കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ നോക്കിയ സമയത്ത് ഇല്ലാത്ത കളേഴ്സ് ഒന്നുമില്ല. പിങ്ക്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഗോൾഡൻ,
ക്രീം, ബ്ലാക്ക്, ആഷ് കളർ, അതുപോലെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കളേഴ്സും കോമൺ ആയിട്ട് വരുന്ന സാരീസിലെ എല്ലാ കളേഴ്സിലും ഈ സാരി അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻസ് കസിൻസ് എല്ലാവർക്കും ഒരുപോലെ ഇട്ട് പോകാൻ പറ്റിയ, ഒരേ ഡിസൈനിൽ പലർക്കും പല കളേഴ്സ് ചൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഇട്ട് പോകാൻ പറ്റിയ ഒരു സാരിയാണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് വേണമെങ്കിൽ പല ഷെയ്ഡിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പം ഞാൻ ഈ ഷെയ്ഡ് എടുത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വന്നിട്ട് ഒരു വെറൈറ്റി ഷെയ്ഡാണ്. ഒരു പുലിനകം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പുലി ഷെയ്ഡാണ് ഇത് വരുന്നത്. ക്യാമറയിൽ അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടിയും ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു ഗോൾഡൻ കം ചിക്കു കം ഗ്രീനിഷ് ഷെയ്ഡാണ് വരുന്നത്. സോ ഇതൊരു വെറൈറ്റി ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെയാണ് എടുത്തത്. എൻ്റെ സാരി സീരീസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഓൾമോസ്റ്റ് സാരീസ് മാക്സിമം കളർ വേരിയേഷൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം സെയിം കളേഴ്സ് ചൂസ് ചെയ്യാതെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ സാരീസ് കാണുമ്പോഴാണ് ഞാൻ കൂടുതൽ എടുക്കാറ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് ഇല്ല, എനിക്ക് സാരീസ് ഉണ്ട്, പക്ഷെ എന്നാൽ കൂടി ഞാൻ പിന്നീട് ആ ഒരു കളറിൽ തന്നെ പിന്നെയും സാരി വാങ്ങിക്കാറില്ല. എപ്പോഴും വെറൈറ്റി കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്യാറ്. അപ്പം നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്ന സാരീസ് കളേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, റെഡ്, വൈറ്റ്, ആഷ് കളർ, ഇതൊക്കെ ഒരു കോമൺ കളേഴ്സാണ്. പർപ്പിൾ, വയലറ്റ്, മജന്ത എന്നൊക്കെ പറയുന്നത്. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് കാണുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങനെ ഒരു കളേഴ്സാണ് കൂടുതൽ വാങ്ങിക്കാറ്. അപ്പോൾ നിങ്ങളും സാരീസ് ഇഷ്ടപ്പെടുന്ന ആളാണ്, സാരീസ് ഉടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ സാരീസ് വാങ്ങിക്കുമ്പോൾ സെയിം കളേഴ്സ് വാങ്ങിക്കാതിരിക്കുക. അതും ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രീൻ സാരി ഉണ്ടെങ്കിൽ പിന്നെയും ഗ്രീൻ സാരി വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ വേറെ കളേഴ്സിലുള്ള സാരീസ് ട്രൈ ചെയ്യുക. ഇതെനിക്ക് ചേരുമോ അല്ലെങ്കിൽ ഷെയ്ഡ് എനിക്ക് ഓക്കെ ആയിരിക്കുമോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ സാരി കാണുമ്പോൾ ആ കളേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉടുത്തു നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഉടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് ഈ സാരി നിനക്ക് ചേരും, നീ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാരി എടുക്കുമ്പോൾ നമുക്ക് അതിന് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം മൈൻഡ് കൊണ്ട് നമുക്ക് ആ സാരി ഇഷ്ടമായിട്ടില്ല, പക്ഷെ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ഓക്കെ ഇതായിരിക്കും എനിക്ക് ചേരുക എന്ന് വേറെ ആരോ പറഞ്ഞുകൊണ്ട് ഞാനത് ഉടുത്തു നോക്കുന്നു. അപ്പോൾ അതിൻ്റെതായ നമുക്കൊരു കംഫർട്ടബിൾ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള സാരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കളർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ടൈപ്പ്, ഇതൊക്കെ നോക്കിയെടുക്കുക. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് മാത്രം ചിന്തിച്ച് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇലാബറേറ്റ് ആയി പോയി. സോ നമുക്ക് ഈ സാരി കാണാം. അപ്പോൾ ഈ സാരിയുടെ എൻറ്റയർ സെയിം വർക്കാണ് വരുന്നത്, നത്തിങ് ഡിഫറെൻറ്റ്. ഈ ഒരു വർക്കാണ് കംപ്ലീറ്റ് സാരിയിൽ വരുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡർ കാണിച്ചു തരാം. ഇതാണ് ഈ സാരിയുടെ ബോർഡർ. ബോർഡർ വന്നിട്ട് ബ്ലാക്ക് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇലയാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നവർ. സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ ഇതൊരു കല്ലാണ്, ചെറിയ ഗോൾഡൻ കല്ലാണിത്. പിന്നെ ഒരു ബ്ലാക്ക് കല്ല്, ഇതിൻ്റെ ചെറിയൊരു ലൈറ്റിംഗ് ഷെയ്ഡുണ്ട്, എന്ന് വെച്ചാൽ ഒരു ഗ്ലേസിങ് കൈൻഡാണ്. പക്ഷെ ഇതിൽ ക്യാമറയിൽ അത്ര ലൈറ്റിംഗ് ആയിട്ട് തോന്നില്ല, പക്ഷെ എന്നാലും ഒരു ഗ്ലേസിങ് ഉള്ളൊരു ഷെയ്ഡാണ്. ബ്ലാക്കിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിൽ ഇങ്ങനെയൊരു ഇല പോലെ അവരിതിൽ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എൻറ്റയർ സാരിയിൽ ഇങ്ങനെയാണ് ഈ ഒരു സ്പേസ്, ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നെയും ഇല, ഗ്യാപ്പ്, പിന്നെയും ഇല, അങ്ങനെ ഫുൾ എൻറ്റയർ സാരിയിൽ ഈ ഒരു ബോർഡറാണ് വരുന്നത്. എൻറ്റയർ സാരിയിൽ ഈ സെയിം ബോർഡർ വരുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഇല ഷേപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു, ഇലയായിട്ട് തോന്നുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇലയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സാരിയുടെ ഡൗൺ സൈഡാണ്. അപ്പോൾ ഡൗണിലും ഫ്രണ്ടിലും ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. സെയിം ഈ ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. ഇതാണ് ഒരു സൈഡ്, ഇതാണ് ഒരു സൈഡ്. സെയിം വർക്കാണ് എൻറ്റയർ സാരിയിൽ. ഈ ഒരു ഡിസൈനാണ് ബോർഡർ വരുന്നത്. അധികം വീതി ഇല്ലാതെ ഒരു ചെറിയൊരു നമ്മുടെ ഒരു സ്കെയിലിനെങ്ങാട്ടും കുറച്ചും കൂടി വീതിയുള്ളൊരു അളവിലാണ് ഈ ഒരു ബോർഡർ വരുന്നത്. വളരെ നേരിയൊരു ബോർഡറാണ്. മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബനിയൻ മെറ്റീരിയലാണ്. നമുക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്, വലിയുന്നുണ്ടല്ലോ. സോ ഇതാണ് നമ്മുടെ സാരി കളർ. ഇതിനൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് മുന്താണി എന്ന് പറയാനൊന്നുമില്ല. ഇതിൻ്റെ മുന്താണിയാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്താണി സെയിം തന്നെയാണ്. ഇതാണ് മുന്താണി. ഓക്കെ,
മുന്താണിയിൽ ഒന്നുമില്ല, സെയിം സാരി തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. മുന്താണിയിൽ നത്തിങ് ഡിഫറെൻറ്റ്, സെയിം ആ ഒരു ഡിസൈന് തന്നെ അവർ വാലിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. മുന്താണിയിൽ നത്തിങ് ഡിഫറെൻറ്റ്, സെയിം പാറ്റേൺ തന്നെയാണ് എൻ്റെ സാരിയിൽ വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന് ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസ് എന്ന് പറയാൻ മാത്രമായിട്ട് ഒന്നുമില്ല. ഇവർ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു നോർമൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസാണ്. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഇതൊരു ന്യൂ സാരിയാണ്. ഇതാണ് ബ്ലൗസ്. ബ്ലൗസ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സീ ത്രൂ കൈൻഡ് മെറ്റീരിയലാണ്. ഇത് വന്നിട്ട് ഒരു ഷിഫോൺ കൈൻഡാണ്, റഫ് കൈൻഡാണ്. നമുക്കിത് ലൈനിങ് ഇല്ലാതെ ഈ സാരിക്ക് ബ്ലൗസ് അടിക്കാൻ പറ്റില്ല. ഭയങ്കര സീ ത്രൂ ആണ്, വളരെ നൈസായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഭയങ്കര റഫാണ്. നമുക്ക് ദേഹത്തിട്ട് കഴിഞ്ഞാൽ ഒരയും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കൈൻഡ് മെറ്റീരിയലാണ് ബ്ലൗസ്. പിന്നെ പ്യുവർ ബ്ലാക്ക് ആണ്, ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവർ കയ്യിൽ വെക്കാനായിട്ട്, സാരിയുടെ കയ്യിൽ വെക്കാനായിട്ട് ഒരു ബോർഡർ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു കയ്യിൽ വെക്കാനായിട്ട് ഒരു ഇലയുടെ ഷേപ്പിലുള്ള ഒരു ഇതും, പിന്നെ ഇപ്പുറത്തെ കയ്യിൽ വെക്കാനായിട്ട് ഒരു ഇലയുടെ ഷേപ്പിലുള്ള ഈ ഒരു പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇത് അവർ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ബ്ലൗസിൽ ഒന്നുമില്ല. വെറും പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസാണ്. അത് ഇതിൻ്റെ കൂടെ അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതല്ല, ഇതിൻ്റെ കൂടെ വെച്ച് അടിച്ചിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ സാരിയുടെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ കൂടെ വെച്ച് അടിച്ചിരിക്കുകയാണ്. സോ ഒരു ബ്ലാക്ക് ക്ലോത്ത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ കൂടെ വെച്ച് അടിച്ചിരിക്കുന്നതാണ്. സാരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ബ്ലൗസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മെറ്റീരിയൽ ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലേ അല്ല. സോ എനിക്ക് ഓൾറെഡി ബ്ലാക്ക് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വെൽവെറ്റിൻ്റെ ബ്ലാക്ക് ബ്ലൗസ് ഉണ്ട്. അപ്പം അതിൽ ഞാൻ ഈ ബോർഡർ മാത്രം വെച്ചിട്ട് അത് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ സാരി ഈസ് റിയലി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആയിരിക്കാം, ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലൗസ് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം, ബ്ലൗസ് ഇല്ലാതെ ഒന്നുമില്ല, ബ്ലൗസ് ഇതിലുണ്ട്. പിന്നെ ഈ സാരിയുടെ മീറ്റർ എന്ന് പറയുന്നത് 5.5 മീറ്ററാണ് ഈ സാരി വരുന്നത്. 5.5 മീറ്റർ സാരിയും 80 മീറ്റർ 0.80 മീറ്ററാണ് എന്താ പറയുന്നത് സാരിയുടെ ബ്ലൗസ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് 5.5 മീറ്റർ സാരിയും 0.80 മീറ്റർ, അതായത് 1 മീറ്റർ തികച്ചില്ല, അത്രയാണ് ബ്ലൗസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇനഫാണ്. നമ്മൾ നല്ല തടിയുള്ള ഒരാളാണെങ്കിൽ പോലും 75 to 80 0.75 to 0.80 മീറ്ററേ നമുക്ക് ബ്ലൗസിന് ആവശ്യമുള്ളൂ. പിന്നെ സാരി 5.5 മീറ്റർ സാരി വരുന്നുണ്ട്. അപ്പം സാരി മിനിമം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ, നിങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പം അതിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് സാരിയുടെ ലെങ്ത് എത്രയാണ്, ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം സാരി വാങ്ങിക്കുക. ഒപ്പം സാരിയുടെ മെറ്റീരിയൽ നോക്കുക. അല്ലാതെ നിങ്ങൾ സാരി അതിനകത്തൊരു ഫോട്ടോ ഉണ്ടാവും, അതിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് സാരി കയ്യിൽ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഫോട്ടോ മാത്രം നോക്കിയിട്ട് സാരി സെലക്ട് ചെയ്യാതെ ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻസ് നോക്കുക. അപ്പോൾ അതിനകത്ത് അവർ കറക്റ്റായിട്ട് എത്ര മീറ്റർ ഉണ്ട് സാരി എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. ചില സാരീസിൽ, ഓൺലൈൻ വാങ്ങിക്കുന്ന ചില സാരീസിൽ വാങ്ങിച്ചതിന് ശേഷം പലരും പറയുന്നേക്കാം സാരി നീളമില്ല, എത്തുന്നില്ല, ഉടുക്കാൻ എത്തുന്നില്ല. അപ്പം അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അതിലവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സാരി 5 മീറ്ററേ ഉള്ളൂ. അപ്പം 5 മീറ്ററുള്ളൊരു സാരി എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം പൊക്കവും വണ്ണമൊക്കെ ഉള്ള ഒരാൾക്ക് സാരി ഉടുത്താൽ എത്തില്ല. നല്ല മെലിഞ്ഞ് പൊക്കം കുറവുള്ള ഒരാൾക്കാണെങ്കിൽ 5 മീറ്റർ സാരി ഓക്കെ ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 5.5 മീറ്ററെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു സാരി നമുക്ക് അത്യാവശ്യം പൊക്കവും തടിയൊക്കെ ഉള്ള ഒരാൾക്ക് ഉടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 5.5 മീറ്ററെങ്കിലും സാരി വേണം. പിന്നെ നല്ല സാരീസൊക്കെ ആണെങ്കിൽ 6 മീറ്ററോളം ഉണ്ടാവും. 6 മീറ്ററോളം വരുന്ന സാരീസ് ഇപ്പം വളരെ റെയറാണ്. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ 6 മീറ്ററാണ് ഒരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 6 മീറ്റർ സാരി, അതിൽ ഒരു എന്താ പറയുക വിത്ത് ബ്ലൗസും ഉണ്ടാവും. ഇതിപ്പോൾ ഏകദേശം 6 മീറ്ററിൻ്റെ അടുത്തുണ്ട്. 6 മീറ്ററിന് ഒരു 20.220 മീറ്റർ കുറവ് അങ്ങനെയാണ്. അപ്പോൾ അത്രയും ഇത് സാരിക്ക് വേണ്ടി, ബ്ലൗസിന് വേണ്ടി പോയല്ലോ. സോ 5.5 മീറ്ററെങ്കിലും ഉള്ള ഒരു സാരി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഒന്നെങ്കിൽ സാരി എത്ര മീറ്റർ ഉണ്ടെന്ന് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കുത്തി നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. അപ്പോൾ
ഈ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സാരി വാങ്ങിച്ചു വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞത് ബ്ലൗസാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും പല സാരീസിലും വരുന്ന ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾ ഓൺലൈനായിട്ട് സാരി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് സുഖമാണ്, നിങ്ങൾക്ക് നിവർത്തിയിട്ട് ഫുള്ള് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് സാരി ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രോബ്ലം. ഈ സാരിയിൽ ബോർഡർ വരുന്നത്, അടിഭാഗത്ത് ബോർഡർ കംപ്ലീറ്റ് എൻ്റയർ സാരിയിൽ ബോർഡർ വരുന്നുണ്ട്. പക്ഷെ മേൽ ഭാഗത്ത് നമ്മൾ ചെസ്റ്റ് പോർഷനിലേക്ക് വരുന്ന സാരിയിൽ ബോർഡർ ഇവിടം വരെ ഈ സാരിക്ക് ബോർഡർ ഉള്ളൂ. ഫുൾ സാരിക്ക് ബോർഡർ ഇല്ല. അത് കണ്ടോ, അവരിവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് പോലും ചെയ്തിട്ടില്ല, അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് മടക്കിയെങ്കിലും അടിക്കാമായിരുന്നു. കാരണം ഈ ഒരു പോർഷൻ നമ്മൾ ചുറ്റി എടുത്ത് ഇങ്ങനെ കുത്തുമല്ലോ, മുന്താണി എടുത്ത് കുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്ന ഒരു പോർഷനാണിത്. ഈ ഒരു പോർഷൻ അവർ ഒന്ന് സ്റ്റിച്ച് പോലും ചെയ്തിട്ടില്ല. ഇത് ആ വെട്ടിയ പോർഷനിൽ തന്നെയാണ് ഈ സാരി കിടക്കുന്നത്, കാണുന്നുണ്ടല്ലോ. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഇതുവരെ ഇതിൻ്റെ ഇത് വരുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം അധികം തടിയില്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ആ സ്റ്റൊമക്കിൽ നിന്ന് ആ ഒരു സൈഡിൽ നിന്നാണല്ലോ എടുക്കുന്നത് സാരി, അവിടെ തൊട്ട് എടുത്ത് കുത്തുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ബോർഡർ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി തടിയുള്ള ആൾക്കാർക്ക് ബോർഡർ എനിക്ക് തോന്നുന്നു ഒരു ചെസ്റ്റ് മുതലേ സ്റ്റാർട്ടിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഫുൾ ഫ്രണ്ട് സൈഡിൽ മാത്രമാണ്, ഡൗണിൽ അതായത് നമ്മൾ സാരിയുടെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് ബോർഡർ വരുന്നുണ്ട്. പക്ഷെ സാരിയുടെ മുൻഭാഗത്ത് ബോർഡർ വരുന്നില്ല, ബോർഡർ പകുതി വരെ വരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവരിതിവിടെ ഒന്ന് സ്റ്റിച്ച് പോലും ചെയ്തിട്ടില്ല. ഇത് സാരിയുടെ ബാക്ക് സൈഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് സാരിയുടെ ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക് സൈഡാണ്. ഇത് അവർ സ്റ്റിച്ച് ചെയ്തില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഈ സാരി ഉടുക്കണമെങ്കിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ആൾക്കാർ കാണില്ലേ, മോശമല്ലേ. സോ ഇവിടെ ഒന്നിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ബോർഡർ അവർ ഇതിനകത്ത് വെച്ച് അടിച്ചിരിക്കുകയാണ് കേട്ടോ, അല്ലാതെ ഇത് ഇൻബിൽഡ് ബോർഡർ അല്ല. ഇത് ഈ ഒരു പീസ് അവർ ഈ സാരിയിൽ വെച്ച് അടിച്ചിരിക്കുന്നത്. ബട്ട് ദാറ്റ് വാസ് ഓക്കെ, ഫൈൻ ഫോർ മീ. എനിക്കത് കുഴപ്പമായിട്ടില്ല, കാരണം അവർ നീറ്റായിട്ട് തന്നെ ഇതിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവർ ബോർഡർ ഇല്ലാത്ത പോലെ എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി ഒന്ന് മടക്കി അടിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. സോ ഈ ഒരു കാര്യമാണ് ഈ ഒരു പ്രോബ്ലം. പക്ഷെ അത് വലിയൊരു പ്രോബ്ലം അല്ല, നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു പൈസ കൊടുത്ത് സാരി വാങ്ങിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ കിട്ടാത്തത് ഒരു സങ്കടമായിട്ട് തോന്നുന്നു. സോ അതാണ് ഇന്നത്തെ എൻ്റെ സാരി വീഡിയോ. വളരെ കുറച്ച് ലെങ്തി ആയി പോയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല ഇതിപ്പോൾ എത്ര മിനിറ്റായി ഞാൻ സംസാരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ബോറടിച്ചോ നിങ്ങൾക്കെന്ന് എനിക്കറിയില്ല. അപ്പം ബോറടിച്ചെങ്കിൽ തീർച്ചയായും ക്ഷമിക്കുക. സാരീസിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നും നാളെയൊന്നും തീരില്ല, അത്രയും കഥകളുണ്ടാവും പറയാൻ. ഓരോ സാരിയും വ്യത്യസ്തമാണ്, ഓരോ സാരിയുടെയും മെറ്റീരിയൽ വ്യത്യസ്തമാണ്, അതിൻ്റെ ഡിസൈൻ വ്യത്യസ്തമാണ്, അതിൻ്റെ ബോർഡർ വ്യത്യസ്തമാണ്, അതിൻ്റെ മുന്താണീസ് വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെ പല സാരിയും പല ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ ഒരുപാട് പേര് ഒരേ ഷോപ്പിൽ നിന്ന് തന്നെ സാരി വാങ്ങിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേരെ ഒരേപോലത്തെ സാരിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു സാരി എടുത്ത് ഇറങ്ങുകയാണ്. അപ്പം നിങ്ങൾ ഉടുത്തിറങ്ങിയ ആ സാരി നിങ്ങൾ ഷോപ്പിൽ പോകുന്നുണ്ട്, നിങ്ങൾ ബസ്സിൽ കയറി പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻസിന് പോകുന്നുണ്ട്, സെയിം കളർ അല്ലെങ്കിൽ സെയിം കളർ പോട്ടെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉടുത്തിരിക്കുന്ന സെയിം ഡിസൈനിലുള്ള സാരിയുള്ള ഉടുത്തിട്ടിരിക്കുന്ന എത്ര ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും സാരി വാങ്ങിക്കുന്നത് സെയിം ഒരു സ്ഥലത്തു നിന്നാണ്, അവിടുന്ന് തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരുകളും സാരി വാങ്ങിക്കുന്നത്. വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നവരുണ്ടായിരിക്കാം, അതേ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന അതേ സാരിയുടെ ഡിസൈൻ, അതേ മെറ്റീരിയൽ അല്ലെങ്കിൽ അതേ കളറിൽ നിങ്ങൾക്ക് ഒരു സാരി അതേ ഇതിൽ എടുത്തത് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്രയും സാരീസും ഡിസൈൻസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഒരു കല്യാണ ഫംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരാളുടെ പോലും സാരീസ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മളൊരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഉടുത്തിരിക്കുന്ന സെയിം പാറ്റേണിലുള്ള ഒരു സാരി പോലും ആ കല്യാണ ഫംഗ്ഷനിൽ ഉടുത്ത ഒരാൾക്ക് പോലും ഉണ്ടാകത്തില്ല. സെയിം കളർ ഉണ്ടാവും, പക്ഷെ സെയിം ഡിസൈനോ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് അത്രയും ഓരോരുത്തരുടെയും സാരി വ്യത്യസ്തമായിരിക്കും. എല്ലാവരും എടുത്തു വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽ, ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിരിക്കും. അപ്പോൾ അത്രയും സാരീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും സാരി വ്യത്യസ്തമാണ്. അപ്പം വാങ്ങിക്കുമ്പോൾ
വ്യത്യസ്തമായി അടിപൊളിയായി വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലും മെറ്റീരിയലിലും വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ ക്ഷമയോടെ എൻ്റെ സാരി വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മറ്റൊരു സാരി വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.